ഗുഡ് മോർണിംഗ്. നമ്മൾ പൈത്തോണിൻ്റെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പൈത്തോണിലെ അടുത്ത ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാണ് പൈത്തോൺ ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേറ്ററിൽ ഓപ്പറേഷൻസൊക്കെ നടക്കുക ബൈനറി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഏതൊക്കെ ഓപ്പറേറ്റേഴ്സാണ് പൈത്തോൺ ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തത് ആൻഡ് ഓപ്പറേറ്റർ. ആൻ്റെ വാല്യൂ 60 ആണ്, ബീൻ്റെ വാല്യൂ 13 ആണ് ഇവിടെ എക്സാമ്പിൾ. അപ്പോൾ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് 12 ആണ് കിട്ടുക. 60 ആൻഡ് 13 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. അതിൻ്റെ ബൈനറി ആയിട്ടുള്ള 401100 കിട്ടും. അടുത്തത് ഓർ ഓപ്പറേറ്ററാണ്, ബൈനറി ഓർ ഓപ്പറേറ്റർ. അപ്പോൾ എൻ്റെ വാല്യൂ 60, ബീൻ്റെ വാല്യൂ 13 ആണെന്നുണ്ടെങ്കിൽ എ ഓർ ബി എന്ന് പറയുമ്പോൾ 61 ആണ് കിട്ടുക. അതിൻ്റെ ഇക്വലൻ്റ് ബൈനറി കിട്ടും. അടുത്തത് എക്സ് ഓർ ഓപ്പറേറ്റർ ആണ്, അതിന് 49 ആണ് കിട്ടുക. എ എക്സ് ഓർ ബി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി കിട്ടും. അടുത്ത വൺസ് കോംപ്ലിമെൻ്റ് ആണ്, എൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആണ്, അതായത് എൻ്റെ വാല്യൂ 60 ആണ്. അപ്പോൾ വൺസ് കോംപ്ലിമെൻ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഇത് -60 അത് അതിൻ്റെ ഉത്തരമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ബൈനറി ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ആകുമ്പോൾ 240 കിട്ടും. 240ൻ്റെ ബൈനറി കിട്ടും നമുക്ക്. ബൈനറി റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിൽ 15 ആണ് ആൻസർ. 15ൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുമ്പോൾ 41 ആണ്. അത് 8 ബിറ്റുകൾ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നമുക്ക് 4 0 കൂടി കൊടുക്കേണ്ടി വരും. അടുത്തത് പൈത്തോൺ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 ഉള്ളത്, ആൻഡ്, ഓർ, നോട്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. A10 B20 ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്പറൻസ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയിരിക്കും. A and B ട്രൂ എന്ന് കിട്ടും നമുക്ക്. ഓർ അതിലും തന്നെയാണ്, രണ്ട് ഓപ്പറാൻറ്റുകൾ നോൺ സീറോ ആവണം എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അതും എന്താണ്, A or B നോൺ സീറോ ആണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, ട്രൂ ആയിരിക്കും നമുക്ക് കിട്ടുക. നോട്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സാണ് കിട്ടുക. അപ്പോൾ റിവേഴ്സ് ഓപ്പറേഷനാണ് കിട്ടുക. അതിൻ്റെ എക്സാമ്പിളാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തത് A and Bൻ്റെ നോട്ടാണ്, അത് ഫാൾസ് ആയിട്ടായിരിക്കും കിട്ടുക. അടുത്തത് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് ആണ്. പൈത്തോണിലെ ഒരു സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആണ് മെമ്പർഷിപ്പ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത്. ഇതിൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്ട്രിങ്ങിലോ അല്ലെങ്കിൽ ലിസ്റ്റിലോ അല്ലെങ്കിൽ ട്യൂപ്പിളിലൊക്കെ ഉള്ള ഒരു എന്താ പറയുക, ഒരു മെമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓപ്പറേറ്റേഴ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിലുള്ളത് ഇന്ന് നോട്ടിൻ എന്ന് പറഞ്ഞിട്ട് 2 ഉള്ളത്. അപ്പോൾ അതിലെന്ത് ചെയ്യും, ഇന്നെന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. നോട്ടിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കിട്ടും. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് പൈത്തോൺ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ്. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സിൽ 2 മെമ്മറി ലൊക്കേഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൈത്തോൺ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്നത്. അത് ഈസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് 2 എക്സാമ്പിളുകളാണ് ഉള്ളത്. 2 ഐഡൻറ്റിറ്റി ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്. അടുത്തത് പൈത്തോൺ ഓപ്പറേറ്റർ പ്രസിഡൻസ്. പൈത്തോണിലെ ഡിഫറെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഏത് ഓപ്പറേഷനാണ് ആദ്യം നടക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ C പ്രോഗ്രാമിംഗ് ആയിട്ട് ചെറിയ മാറ്റമുണ്ട്. മാത്തമാറ്റിക്സിലെ സാധാരണ ആ ബോർഡ് മാസ് എന്ന് പറഞ്ഞ അതിലും തമ്മിൽ മാറ്റമുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രസിഡൻസ് ഉള്ളത് എക്സ്പോണൻറ്റ് കാണുന്നതിനാണ്, അല്ലെങ്കിൽ റൈസ് ടു പവർ കാണുന്ന 2 സ്റ്റാർ ഇടുന്ന ആ ഒരു ഓപ്പറേഷനാണ്. അടുത്തത് കോംപ്ലിമെൻറ്റ് യൂണറി പ്ലസ് യൂണറി മൈനസിനൊക്കെയാണ് ഉള്ളത്. കോംപ്ലിമെൻറ്റ് അറിയാം നമുക്ക്, നെഗറ്റീവ് ഒക്കെ കാണാനെന്നുണ്ടെങ്കിൽ. അടുത്തത് മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷന്, മോഡ്യൂളർ ഡിവിഷന്, ഫ്ലോർ ഡിവിഷൻ വരും. അടുത്ത അഡിഷൻ, സബ്ട്രാക്ഷന്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബിറ്റ് വൈസ് ഷിഫ്റ്റിന് വരും. ബിറ്റ് വൈസ് ആൻഡ് ഉണ്ട്. അതിന് ശേഷമാണ് ബിറ്റ് വൈസ് എക്സ് ഓറിനൊക്കെ ഉള്ളത്. കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു ഒക്കെ അതിന് ശേഷം വരും. അതിനുശേഷം ഇക്വാലിറ്റി ഓപ്പറേറ്റേഴ്സ് ആയിട്ടുള്ള നോട്ട് ഈക്വൽ ടു, ഈക്വൽ ടു വരുന്നുണ്ട്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. ഈക്വൽ ടു അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ. ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ ആയിട്ടുള്ള ഈസ് നോട്ട്, മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഇൻ നോട്ടിന്, ഇതൊക്കെ അതിന് ശേഷം വരും. ഏറ്റവും അവസാനമായിട്ട് ലോജിക്കൽ ഓപ്പറേറ്റർ നോട്ട്, ഓർ, ആൻഡ് ഒക്കെ വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓപ്പറേറ്റർ പ്രസിഡൻസ് എന്ന് പറഞ്ഞ്. അപ്പോൾ സിയും തമ്മിൽ ഇത് ചെറിയ മാറ്റമുണ്ട്.
സാധാരണ അരിത്മെറ്റിക് ഓപ്പറേഷൻസിന് മാറ്റമുണ്ട്. അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.